നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാരുണ്യത്തിൻ്റെ സ്നേഹസ്പർശവുമായി ശമരിയൻ ഇന്ന് കടന്നു ചെല്ലുന്നത് ഷാജുവിൻ്റെ അടുക്കലേക്കാണ്. ഷാജു തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡിൽ താമസിക്കുന്ന 45 വയസ്സ് പ്രായമായ കുടുംബനാഥൻ. വിവാഹിതനും 2 പെൺകുട്ടികളുടെ പിതാവുമായ ഷാജു പെയിന്റിംഗ് ജോലി ചെയ്ത് കുടുംബം പുലർത്തി വരികയായിരുന്നു. കഠിനാധ്വാനത്തിലൂടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ജീവിത തിരക്കിനിടയിൽ 5 മാസം മുൻപാണ് വിധിയുടെ കരാളഹസ്തവുമായി ക്യാൻസർ രോഗം ഷാജുവിനെ പിടികൂടിയത്. ഞാൻ ലിജി അനിൽകുമാർ, കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് കാതിക്കുളം 9-ാം വാർഡിൻ്റെ മെമ്പറാണ്. എൻ്റെ വാർഡിലെ മൂശാരിപ്പറമ്പിൽ കുഞ്ഞയ്യപ്പൻ മകൻ ഷാജു എന്ന വ്യക്തി 6 മാസത്തിലധികമായി തിരുവനന്തപുരം RCCയിൽ ക്യാൻസർ ബാധിതനായി ചികിത്സയിലാണ്. അദ്ദേഹത്തിന് ചികിത്സാ സഹായമായി വാർഡിൽ നിന്നും സുമനസ്സുകളിൽ നിന്നും പിരിച്ച പൈസയും അവരുടെ കുടുംബാംഗങ്ങൾ സഹായത്താലാണ് ഇത്രയും നാളും ചികിത്സ നടന്നുകൊണ്ടിരുന്നത്. എങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യവും കീമോയും അതിനനുബന്ധമായ മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുമ്പോൾ വളരെയേറെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതുപോലെ ഡോക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ ഇനി അവരുടെ ചികിത്സ എന്ന് പറയുന്നത് മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് പ്രായോഗികമായിരിക്കുന്നത്. മജ്ജ മാറ്റിവെക്കാൻ സഹോദരങ്ങളുടെ ആണെങ്കിൽ അവിടെ RCCയിൽ ചെയ്യാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം, മാച്ചായി കിട്ടണം. പുറത്ത് ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഇരട്ടി പൈസയാവും. മജ്ജ സഹോദരൻ്റെ എടുത്തിട്ടുണ്ട്, അത് മാച്ചായി കിട്ടിയാൽ 25 ലക്ഷം രൂപയിലധികം ചികിത്സാ ചിലവ് വരുന്നതാണ്. ഇതിനെ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് നമുക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സഹായിച്ച് ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സുമനസ്സുകളായ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സാമ്പത്തിക സഹായം ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് സാധിക്കുക. അതിനെല്ലാവരും നിങ്ങൾ ഒറ്റക്കെട്ടായി കൈകോർത്ത് ആ വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ട സന്മനസ് കാട്ടണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ അവരുടെ ഒരു സഹോദരി എന്ന നിലയിലും അഭ്യർത്ഥിക്കുകയാണ്. രോഗവിവരം അറിഞ്ഞതോടെ സന്തോഷകരമായി ജീവിച്ചിരുന്ന ഷാജുവിൻ്റെ കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റി. 6 വയസ്സും 9 വയസ്സും പ്രായമുള്ള 2 പെൺകുഞ്ഞുങ്ങൾ, നിസ്സഹായായ ജീവിത പങ്കാളി. ഇവർക്ക് മുന്നിൽ ഷാജു. ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാതെ പകച്ചുപോയി. ബ്ലഡ് ക്യാൻസറും അതിനോടനുബന്ധിച്ച് വിവിധ രോഗങ്ങളും ഷാജുവിനെ കീഴടക്കിയതോടെ ജീവിതം ദുരിതത്തിലായി. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് സഹായഹസ്തവുമായി കൂടെ നിന്നെങ്കിലും പല രോഗങ്ങൾ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നതുകൊണ്ട് ചികിത്സാ ചിലവുകൾക്കുള്ള പണം തികയാത്ത അവസ്ഥയിലായി. ഊർജ്ജസ്വലനായി ജോലി ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസമുണ്ടായ തലകറക്കം, പനി എന്നിവയിൽ നിന്നാണ് രക്താർബുദം എന്ന മാരക രോഗം പിടികൂടിയിരിക്കുന്നു എന്ന വിവരം അറിയുന്നത്. എൻ്റെ പേര് അനുരാജ്. ഷാജു എൻ്റെ പാപ്പനാണ്, അതായത് അച്ഛൻ്റെ അനിയൻ. ഞാനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും ചികിത്സ തുടങ്ങുന്ന മുതൽ ഈ നേരം വരെ ഉണ്ടായിട്ടുള്ളത്. ഞാനും വേറെ പാപ്പനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളിവിടെ എത്തുമ്പോൾ വളരെ മോശമായ കണ്ടീഷനിലാണ് വന്നത്. ഒരു പ്രതീക്ഷയും പോലും നമുക്ക് ഡോക്ടർ തരാതെയാണ് സംസാരിച്ചിരുന്നത്. അത്തരത്തിൽ നിന്ന് ഇന്നിപ്പോൾ 5 മാസമായി. 5 മാസത്തേക്ക് ആളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ലെവലിലേക്ക് ആൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കീമോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കീമോ നടന്നുകൊണ്ടിരുന്നപ്പോഴും നല്ല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വന്ന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയ ആളും എല്ലാവരും നമുക്കെപ്പോഴും ഒരുപാട് പ്രതീക്ഷയിൽ കൈവിട്ടു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നല്ലവരായ ഡോക്ടറും സിസ്റ്റേഴ്സും
എല്ലാവരുടെയും പെരുമാറ്റം കൊണ്ടും എല്ലാം നമുക്ക് അദ്ദേഹത്തെ പിന്നെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അദ്ദേഹത്തിന് ഇനിയൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനിയൊരു കീമോ കൂടി ചെയ്യണം. അത് കഴിഞ്ഞ് മജ്ജ മാറ്റി വയ്ക്കലാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മാച്ചിങ് ടെസ്റ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ 50 വയസ്സിൽ താഴെ വരുന്ന സഹോദരങ്ങളുടെ മാത്രം നമുക്ക് മാച്ച് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മാച്ചിങ് ടെസ്റ്റിന് തന്നെ നല്ലൊരു എമൗണ്ടാണ് പുറത്ത് നമ്മൾ ചെയ്യിക്കുന്നതിന് തന്നെ. 25 ലക്ഷമാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യപ്പെടുന്നത്. അതല്ല, മാച്ചിങ് ആയില്ലെങ്കിൽ നമുക്ക് പുറത്ത് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടി വരും. അതിന് ഇതിൻ്റെ ഇരട്ടി അതിൽ മേലെ തുക ആവശ്യമായിട്ട് വരുന്നുണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ രോഗമെന്ന് പറയുന്നത് ബ്ലഡ് ക്യാൻസറാണ്. ബ്ലഡ് ക്യാൻസറിൽ M4 എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് വരുന്നത്. അതായത് AML, അക്യൂട്ട് മൈലോയിഡ് ലിക്യൂമിയ എന്നാണ് ഈ രോഗത്തിൻ്റെ പേര്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. കൗണ്ട് കുറയുമ്പോൾ ശരീരത്തിൻ്റെ തളർച്ച ഭയങ്കരമായിരിക്കും. നമുക്ക് സാധാരണ ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ്, ബ്ലഡ് കൗണ്ടൊക്കെ നമുക്ക് സാധാരണ കുറയുന്ന ആൾക്ക് ഉണ്ടാകുന്നേക്കാൾ ഇരട്ടിയായിരിക്കും ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇൻഫെക്ഷൻസ് ഒരുപാട്, ഏത് പനിയായാലും എന്തുമായാലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനത് ഇവിടെ കണ്ടും അത് അനുഭവിച്ചും, അതുകൊണ്ടാണ് എനിക്കിത് പറഞ്ഞു തരാൻ പറ്റുന്നത്. അമൃത ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇവിടെ എത്തുന്ന രീതി എന്ന് പറയുന്നത്, അവിടെ ICU ആംബുലൻസിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമെന്ന് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയ വഴി തന്നെ ഇവിടെ ഇൻറ്റേർണൽ പാർട്സൊക്കെ നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ബാധിച്ച് നല്ല ബുദ്ധിമുട്ടിലായി. ആൾ ടയേർഡെന്ന് വെച്ചാൽ ഓർമ്മയില്ലാതായി, ഓക്സിജൻ ശ്വസിക്കാൻ പറ്റാതായി, കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു തുക പെട്ടെന്ന് തീർന്നു തുടങ്ങി. പിന്നെ കാരുണ്യയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം, കാരുണ്യയുടെ 2 ലക്ഷം രൂപ നമുക്ക് ഇവിടെ നിന്ന് അനുവദിച്ച് കിട്ടി. അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഓരോ ടെസ്റ്റുകളുടെയും ഓരോ മരുന്നിൻ്റെയും ഭാഗമായിട്ട് ഓരോ ഭാഗങ്ങളിലേക്കും അത് പ്രശ്നമായി വന്നപ്പോൾ ആ എമൗണ്ടൊക്കെ പെട്ടെന്ന് നമുക്ക് കയ്യിൽ നിന്ന് തീർന്നു പോയി. പിന്നെ നല്ലവരായ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും സഹായിച്ചിട്ടാണ് ഇതുവരെ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ചികിത്സയുടെ തുകയും മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പോലുള്ള തുടർന്നുള്ള ചികിത്സയ്ക്കൊക്കെ നല്ല രീതിയിൽ സാമ്പത്തികമായി ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ഒരു ദിവസം തന്നെ മരുന്നിന് ഇപ്പോൾ 15,000 രൂപയോളം ദിവസം വരുന്നുണ്ട്. അത് തന്നെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗം കഠിനമായതോടെ അതീവ ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തു നിന്ന് ആംബുലൻസിൽ RCC തിരുവനന്തപുരം വരെ എത്തിച്ചു. ഈ 5 മാസത്തെ ചികിത്സയിലൂടെ 10 ലക്ഷത്തിലധികം തുക ചിലവായി കഴിഞ്ഞു. RCCയിലെ വളരെ മെച്ചപ്പെട്ട ചികിത്സയിലൂടെ മാസത്തിൽ 1 കീമോ വീതം 5 കീമോ ചെയ്തു. തുടർ ചികിത്സയുടെ ഫലമായി ഷാജുവിൻ്റെ രോഗനില തരണം ചെയ്യാൻ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മാത്രമേ ഇനി സാധ്യമാകൂ എന്നതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. എൻ്റെ പേര് സ്നേഹ, ഞാൻ ഷാജുവിൻ്റെ ഭാര്യയാണ്. ഞങ്ങൾക്ക് 2 കുട്ടികൾ, പിന്നെ പ്രായമായ ഒരു അച്ഛനോട് ഉണ്ട് വീട്ടിൽ. കുട്ടികൾ, മൂത്താൾ 4ാം ക്ലാസ്സിലും ഇളയാൾ 1ലാണ് പഠിക്കുന്നത്. ചേട്ടന് പെയിൻറ്റിങ്ങിൻ്റെ പണി പാലക്കാടായിരുന്നു. അവിടെ നിന്ന് ഓഗസ്റ്റ് 14-ാം തീയതിയാണ് രാവിലെ ഇങ്ങനെ വയ്യാണ്ടായിട്ട് മേലുവേദനയും ഒക്കെ ആയിട്ട് ആൾ നാട്ടിലേക്ക് വന്നത്. രാവിലെ വെളുപ്പിന് വന്ന് അവിടെ തന്നെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് കാണുക ചെയ്തു. അപ്പോൾ അവർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞത് പ്രഷർ കൂടിയതിൻ്റെ ഒക്കെ ആയിരിക്കും. പിന്നെ ആൾക്ക് ഒരു വശം വേദനയൊക്കെ ആയിട്ട് പറഞ്ഞ കാരണം ഹാർട്ടിൻ്റെ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് വിട്ടത്. വേറെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു. അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് പിന്നെ വൈകുന്നേരം ഇപ്പോൾ ആൾക്ക് തലകറക്കം അങ്ങനെയൊക്കെ വന്ന് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു ഇങ്ങനെ ചുമച്ചപ്പോൾ ബ്ലഡിൻ്റെ ഇത് കണ്ടു. അതേപോലെ മൂക്കിന്ന് ആൾ പറയണ്ടായിരുന്നു ഇങ്ങനെ അവിടെ വെച്ച് പണിസ്ഥലത്ത് വെച്ച് ഇങ്ങനെ മൂക്കിന്ന് തുമ്മിപ്പോൾ മൂക്കിന്ന് ഇങ്ങനെ ബ്ലഡിൻ്റെ പോലെ വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പറഞ്ഞ പിറ്റേ ദിവസം ഓഗസ്റ്റ് 15-ാം തീയതി ഞങ്ങൾ അവിടെ ചാലക്കുടിയിൽ ഹോസ്പിറ്റലിൽ അന്ന് അവധി ആയതുകൊണ്ട് ഡോക്ടേഴ്സൊന്നും ഉണ്ടായില്ല. അങ്ങനെ കാഷ്വാലിറ്റിയിൽ പോയി കണ്ട. അവിടെ ചെന്ന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അത് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ് LFലേക്ക് വന്നത്. അവിടെ വന്ന് ഇത് പ്ലേറ്റ്ലെറ്റ് കയറ്റി. പിന്നെ അപ്പോൾ അവർ പറഞ്ഞത് ചിലപ്പോൾ ഇതിങ്ങനെ കൗണ്ട് കുറയണത് ചിലപ്പോൾ ഡെങ്കിപ്പനിയുടെയോ എലിപ്പനിയുടെ എന്തെങ്കിലും ലക്ഷണങ്ങളായിരിക്കാമെന്നാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ഇങ്ങനെ ആൾക്കാർ ടെസ്റ്റിലൊക്കെ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ആ പനിയൊന്നല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ സംശയം പറയായിരുന്നു. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാൻസ് ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്
അവിടെ ടെസ്റ്റുകളൊന്നും ഇല്ലാത്ത കാരണം അമൃതയിലേക്ക് വിട്ടു. അമൃതയിൽ ചെന്നിട്ട് അവിടെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഇതാണെന്ന്. തുടർ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനാകാതെ സാമ്പത്തികമായി തകർന്ന ഷാജുവിൻ്റെ കുടുംബം സ്നേഹമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാജു ചാലക്കുടിയിൽ നിന്നുള്ള ദൂരയാത്രയ്ക്ക് രോഗാവസ്ഥ തടസ്സമായതിനാലും പെട്ടെന്ന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ ഡോക്ടറെ കാണുന്നതിനുള്ള സൗകര്യത്താലും RCCക്കടുത്ത് ചെറിയൊരു മുറി വാടകയ്ക്കെടുത്ത് ചികിത്സ നടത്തിപ്പോരുന്നു. ഞങ്ങൾ RCCയിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴേക്കും ആൾക്ക് കൂടുതലായിരുന്നു, കാരണം പനി കൂടിയിട്ട് ന്യൂമോണിയായി മാറിയായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് അയാൾ ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഓക്സിജനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇതിലാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞ് പിന്നെ ഇവിടെ സ്കാനൊക്കെ ചെയ്തപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇത് ബാധിച്ചേക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും അവസ്ഥ വളരെ മോശമായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞത് വളരെ കൂടുതലാണ്. അവരങ്ങനെ ചാൻസ് പറഞ്ഞില്ല, ഇങ്ങനെ നമുക്ക് നോക്കാമെന്നുള്ളൊരു ഇതുപോലെ അങ്ങനെയാണ് സംസാരിച്ചത്. ഉറപ്പ് പറഞ്ഞില്ല അവരിങ്ങനെ എങ്ങനെ അത്രയ്ക്ക് അവസ്ഥ കൂടുതലായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇവിടെ ചികിത്സയ്ക്ക് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ പൈസയ്ക്ക് അന്ന് LFലും അങ്ങനെയുള്ള അവിടെയൊക്കെ കഴിഞ്ഞു. ഇവിടേക്ക് വന്നപ്പോഴേക്കും ചികിത്സയ്ക്ക് ഒറ്റും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ചികിത്സയൊക്കെ ഇത്ര പേരെ ഇവിടെ വരെ എത്തിച്ചത്. ഇതുവരെയുള്ള ചികിത്സയ്ക്ക് ഒത്തിരി രൂപ ചിലവായിരുന്നു. ഇത് ചേട്ടൻ്റെ കൂട്ടുകാരും പിന്നെ നാട്ടുകാരും ചേട്ടൻ്റെ പേരിൽ ഒരു സഹായനിധി അവിടെ രൂപീകരിക്കുകയുണ്ടായി. അതിൽ നിന്ന് കിട്ടിയ ധനസഹായം കൊണ്ടാണ് ഇത്രയും നാൾ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ചികിത്സയ്ക്ക്. ഇനിയുള്ള സാമ്പത്തിക സഹായത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞാൻ പെയിൻറ്റിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശരീരം മൊത്തം വേദന അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവിടെ പോയി ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് കുറവായി. അപ്പം എന്നിട്ട് OPയിൽ കാണാൻ പറഞ്ഞു ഡോക്ടറെ OPയിൽ കണ്ട് തലയിറങ്ങി വീണു. 2 പ്രാവശ്യം അടുപ്പിച്ച് 2 പ്രാവശ്യം തലയിറങ്ങി വീണു. അവർ ടെസ്റ്റ് ചെയ്ത് വേറെ ടെസ്റ്റ് മരുന്ന് വിട്ടു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ആഘാതം കൊണ്ടാണെന്ന് അറിയില്ല, ചുമച്ച് തുപ്പുമ്പോഴൊക്കെ ബ്ലഡാണ് വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഇത് എന്താണ് എന്നുള്ളത് ഇത് കിട്ടിയത്. അങ്ങനെയാണ് പിന്നെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി, സെൻറ്റ് ജെയിംസിൽ പോയി കിടന്നു. അപ്പോൾ അവർ ആദ്യം നമുക്ക് കൗണ്ട് കുറഞ്ഞു, പ്ലേറ്റ്ലേറ്റും കുറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ അവർ ആദ്യം ഡെങ്കിപ്പനി മലേറിയ അങ്ങനെ പനി എന്ന് വിചാരിച്ചാണ് അസുഖത്തിനോട് ചികിത്സ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് LFൽ ICUവിൽ കിടന്നു. പ്ലേറ്റ്ലേറ്റ് പിന്നും കുറയല്ലാതെ കൂടുന്നില്ല, കൂടി പിന്നെ പിറ്റേ ദിവസം തന്നെ കുറയാണ് ചെയ്തത്. കഠിനമായ രോഗാവസ്ഥയിലും ഭാര്യ സ്നേഹയുടെ സാമീപ്യവും മക്കളുടെ സ്നേഹവും കൊണ്ട് ഷാജു കഴിഞ്ഞുകൂടുന്നു. കഷ്ടപ്പാടുകൾക്കും രോഗങ്ങൾക്കും കടബാധ്യതകൾക്കും അപ്പുറം തങ്ങളെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടെ ഷാജു ജീവിക്കുന്നു. അമൃതയിൽ വന്ന് 5 ദിവസം കിടന്നതിന് ശേഷമാണ് അവർക്ക് ഡൗട്ട് തോന്നിയുകൊണ്ട് തണ്ടലിൽ കുത്തി മജ്ജ എടുത്താണ് ടെസ്റ്റ് ചെയ്ത് 5 ദിവസം റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. അത് അതിക്ക് 3 ദിവസം റിസൾട്ട് വന്നതിന് ശേഷമാണ് ക്യാൻസറാണെന്ന് തെളിഞ്ഞത്. അവിടെ ഒരുപാട് പൈസ ആവും ചെയ്തു. ടെസ്റ്റ് നടത്തിയതിന് തന്നെ ഒരുപാട് പൈസ, അവിടെ അല്ല ടെസ്റ്റ് എടുത്തിയ, പുറത്ത് പോയി ടെസ്റ്റ് എടുത്തിയ അത് ഒരുപാട് പൈസ ആവും ചെയ്തു. അത് കഴിഞ്ഞ ശേഷമാണ് RCC തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഇവിടെ വന്നതിന് ശേഷം അവിടുന്ന് ഓക്സിജനുള്ള വണ്ടിയിലാണ് ആംബുലൻസിലാണ് വന്നത്, ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ICUവിൽ തന്നെ ആയിരുന്നു, കുറേ ചികിത്സ ആയിരുന്നു. അതിന് പനി ഇൻഫെക്ഷനായി, പനിയായി ICUവിൽ തന്നെ 5-6 ദിവസം ICUവിൽ കിടന്നു.
ഡോക്ടർമാർ ബുദ്ധിമുട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് ആളുകളുടെ ഭാഗ്യം കൊണ്ട് കറക്റ്റായിട്ട് അസുഖങ്ങൾ മരുന്നും ഫലിക്കുകയും ചെയ്തു. മരുന്ന് ഫലിക്കുകയും ചെയ്തു. ഇപ്പോൾ കുഴപ്പമില്ല. കീമോ ചെയ്യണം, 5 പ്രാവശ്യം കീമോ ചെയ്യണം. അതിന് ഒരുപാട് പൈസ ആവുകയും ചെയ്തു. ഒരുപാട് പേര് സഹായിച്ചു. ഇനി ഒരു കീമോ കൂടെ ഉണ്ട്, 1 മാസം കൂടി ഉണ്ട്. ആ കീമോയ്ക്ക് തന്നെ പൈസ അധികം വേണ്ടി വരും. അത് കഴിഞ്ഞാലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. മജ്ജ മാറ്റി വയ്ക്കണം. മജ്ജ മാറ്റി വയ്ക്കണമെങ്കിൽ നമ്മുടെ സഹോദരന്മാരുടെ ആരുടെയെങ്കിലും മജ്ജ എടുത്ത് കുത്തി വിട്ടാണോ വെക്കണമെങ്കിൽ അത് ടെസ്റ്റ് നടത്തി ഒരെണ്ണം ടെസ്റ്റ് നടത്തി ഒരെണ്ണം ഫെയിലായി അടുത്ത ടെസ്റ്റ് നടത്തിയിട്ട് വേണം ചെയ്യണമെങ്കിൽ അതൊരു 2 മാസത്തിനുള്ളിൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് 25 ലക്ഷമാണ് അവിടെ അടയ്ക്കേണ്ടത്, പൈസ അടയ്ക്കേണ്ടത്. അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ നമ്മൾ സുഹൃത്തുക്കളും പഞ്ചായത്തും കാരുണ്യ സഹായം കൊണ്ട് ഇതുവരെ ചികിത്സ പൂർത്തീകരിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കരുണയുള്ള സുമനസ്സുകളുടെ പ്രാർത്ഥനയും കരുതലും സ്നേഹവും കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞു തരുന്ന സാമ്പത്തിക സഹായത്തിലൂടെ ഈ സഹോദരനും കുടുംബവും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പ്രാർത്ഥിക്കാം, ഒരുമിക്കാം, സഹായിക്കാം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമരിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ സോജൻ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ സോജൻ 5 വർഷമായിട്ട് കിഡ്നി രോഗബാധിതനായിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂർ സ്വദേശിയാണ്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് സോജൻ്റെ ഏക മകളാണ്. പഠിച്ച് ഇതുവരെ ജോലിയൊന്നും ആകാതെ നിൽക്കുന്ന ഒരു മകളാണ്. 5 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും വളരെ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. നല്ലവരായ ആളുകളുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് അവരുടെ ചികിത്സയും ഡയാലിസിസുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഗുഡ്നസ് TV അവരെക്കുറിച്ച് അറിയുവാനും ഗുഡ്നസ് TVയിലൂടെ പരസ്യപ്പെടുത്തുവാനും ഇടയായത്. അപ്പോൾ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകരുടെ നിർലോഭമായ സഹായം സഹകരണം വഴിയായിട്ട് 2,35,000 രൂപ സമാഹരിക്കുന്നതിനായിട്ട് സാധിച്ചു. ആ തുക ഇപ്പോൾ ഞാൻ കൈമാറുകയാണ്. ഈ അവസരത്തിൽ ഗുഡ്നസ് TVക്ക് വേണ്ടിയും ഗുഡ്നസ് TVയുടെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയും ഈ തുക മിസ്റ്റർ സോജൻ്റെ മകൾക്ക് ഞാനിപ്പോൾ കൈമാറുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ എല്ലാ നല്ല പ്രേക്ഷകരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ച് കൊടുക്കുന്നതിന് തയ്യാറായതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനായിട്ട് സാധിച്ചത്. നിങ്ങൾ സാധാരണക്കാരായ മനുഷ്യരാണെന്ന് എനിക്കറിയാം. ഇതിൽ സംഭാവന ചെയ്യുന്ന 99% ആളുകളും സാധാരണക്കാരായിട്ട് ആളുകളാണ്. അവരുടെ കൂലിപ്പണിയുടെ ഒരു ഭാഗം, ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം, അങ്ങനെയൊക്കെ ക്ഷേമ പെൻഷൻ്റെ ഒരു ഭാഗം, ഇങ്ങനെയൊക്കെ നൽകുന്നത് കൊണ്ടാണ് ഈ തുക സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനും ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല സംരംഭങ്ങളിൽ നിങ്ങൾ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നമ്മെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും സങ്കടവുമൊക്കെ മാറ്റുന്നതിന് നമുക്ക് സാധിക്കുന്നത് പോലെ ചെയ്യുന്നതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി
ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നിങ്ങൾക്ക് നൽകട്ടെ. പൈശാചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ പപ്പയുടെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുന്നു.